ദുരന്ത നിവാരണവും തയ്യാറെടുപ്പും സംബന്ധിച്ച മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. ദുരന്തം എന്താണെന്ന് വിശദീകരിക്കുക, ദുരന്തങ്ങളെ നേരിടാൻ തയ്യാറാകേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾ പട്ടികപ്പെടുത്തുക, 2005 ദുരന്ത നിവാരണ നിയമത്തിന്റെ രൂപരേഖ തയ്യാറാക്കുക, ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ദേശീയ നയത്തിന്റെ രൂപരേഖ മനസ്സിലാക്കുക, ദുരന്ത നിവാരണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, രക്ഷാപ്രവർത്തനം, ഇവാക്യുവേഷൻ എന്നിവയുടെ സാങ്കേതിക വശങ്ങൾ തിരിച്ചറിയുക, ദുരന്ത സമയത്ത് സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. എന്താണ് ദുരന്തം എന്ന് മനസ്സിലാക്കി തുടങ്ങാം. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ പ്രാദേശിക വിഭവങ്ങൾക്ക് സാധ്യമായതിന് അപ്പുറം വ്യാപകമായ ആഘാതങ്ങളോടെ സമൂഹത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ദുരന്തം. പ്രസ്തുത ദുരന്തത്തിന്റെ മാനസികമോ ഭൗതികമോ സാമ്പത്തികമോ പാരിസ്ഥിതികമോ ആയ ആഘാതങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത് ദുരന്തങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്കായി നാം എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നത് ആശ്രയിച്ചിരിക്കുന്നു. ദുരന്ത നിവാരണത്തിന്റെ ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്. തയ്യാറെടുപ്പ്, അതായത് ആസൂത്രണം, പരിശീലനം, വിഭവ വിതരണം എന്നിവയിലൂടെ സാധ്യമായ ദുരന്തങ്ങൾക്ക് തയ്യാറെടുക്കുക. ജീവൻ രക്ഷിക്കുന്നതിനും നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുമായി ഒരു ദുരന്ത സമയത്ത് സ്വീകരിക്കുന്ന പ്രതികരണം അല്ലെങ്കിൽ ഉടനടി നടപടികൾ. വീണ്ടെടുക്കൽ, അതായത് ദുരന്ത സമൂഹത്തെ പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ. ലഘൂകരണം, സാധ്യതയുള്ള അപകട സാധ്യത അല്ലെങ്കിൽ ഭീഷണിയുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. ദുരന്തങ്ങൾ സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആകാം. അത് ദുർബലരായ ജനങ്ങളെ ബാധിക്കുന്നു. ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുക എന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ദുരന്തം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ദുരന്ത നിവാരണ തയ്യാറെടുപ്പ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ദുരന്തങ്ങൾക്ക് തയ്യാറാകാത്ത സമൂഹങ്ങൾക്ക് കാര്യമായ നാശമുണ്ടാകും. ദുരന്തങ്ങൾ അപൂർവമായി സംഭവിക്കുന്നത് അടിയന്തരമായി മനസ്സിലാക്കാത്തതിനാൽ തയ്യാറെടുപ്പ് പൂർണ്ണമാകുന്നില്ല. ഇതൊക്കെയാണെങ്കിലും നിലവിലുള്ള അപകട സാധ്യത കുറയ്ക്കുന്നത് നിർണായകമാണ്. ഇത് സാധ്യമായ ദുരന്ത ആഘാതങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. കമ്മ്യൂണിറ്റി അധിഷ്ഠിത ആസൂത്രണം ദുരന്താനന്തര അപകടങ്ങളുടെ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുന്നു. സഹായം എത്തുന്നതുവരെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനും വിഭവങ്ങൾ നിയന്ത്രിക്കാനുമുള്ള വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും കഴിവ് വർദ്ധിക്കുന്നു. സ്വകാര്യ മേഖല, സ്കൂളുകൾ, സന്നദ്ധ പ്രവർത്തകർ, ഓർഗനൈസേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഏകോപനം ഫലപ്രദമായ കമ്മ്യൂണിറ്റി പ്രതികരണത്തിന് അത്യന്താപേക്ഷിതമാണ്. പരിശീലനം ലഭിച്ച വ്യക്തികളെ ദുരന്ത പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ദുരന്ത നിവാരണ പ്രിപ്പയർനെസ് എന്നതുകൊണ്ട് പ്രാധാന്യം മനസ്സിലാക്കി ഇനി നമുക്ക് ദുരന്ത നിവാരണ സൈക്കിൾ പരിശോധിക്കാം. ദുരന്ത നിവാരണ സൈക്കിൾ സമഗ്രമായ ആസൂത്രണവും ദുരന്തങ്ങളോടുള്ള പ്രതികരണവും ഉൾക്കൊള്ളുന്നു. പ്രതിരോധം, ലഘൂകരണം, തയ്യാറെടുപ്പ് തുടങ്ങിയ ദുരന്തത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രതികരണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനർനിർമ്മാണം, പുനരധിവാസം തുടങ്ങിയ ദുരന്താനന്തര ശ്രമങ്ങൾ. ദുരന്തങ്ങളുടെ അപകട സാധ്യതകളും അനന്തരഫലങ്ങളും കൈകാര്യം ചെയ്യുന്നതിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് സൂചിപ്പിക്കാം. കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റികളെ അപകടപ്പെടുത്തുന്ന അപകട സാധ്യതകൾ, അവരുടെ ദുർബലതകൾ, കഴിവുകൾ എന്നിവ വിലയിരുത്തുന്നതിനുള്ള പങ്കാളിത്ത പ്രക്രിയയാണ് ഡിസാസ്റ്റർ റിസ്ക് വിലയിരുത്തൽ അഥവാ അസസ്മെന്റ്. അപകട സാധ്യത വിലയിരുത്തുന്നതിലൂടെ സംഭവിക്കാനുള്ള സാധ്യതയും വിവിധ അപകടങ്ങളുടെ ആവൃത്തിയും വ്യാപ്തിയും ദൈർഘ്യവും നിർണ്ണയിക്കാനാകും. അനന്തരഫല വിലയിരുത്തൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രകൃതി, ഭൂമിശാസ്ത്ര, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, മാനസിക ഘടകങ്ങൾ പരിഗണിക്കുന്നു. ദുരന്തം മൂലമുണ്ടാകുന്ന അപകട സാധ്യതകൾ കണ്ടെത്തുകയും അത് ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ അടിസ്ഥാനമാക്കുകയും ചെയ്യുക എന്നതാണ് വിലയിരുത്തലിന്റെ ലക്ഷ്യം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ദുരന്തങ്ങളുടെ തരങ്ങളെ കുറിച്ച് പഠിക്കാം. പൊതുവെ ദുരന്തങ്ങളെ 5 ഉപഗ്രൂപ്പുകളായി തരംതിരിക്കാം. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായ ദുരന്തങ്ങൾ, കെമിക്കൽ, വ്യാവസായിക, ആണവ ദുരന്തങ്ങൾ, ആകസ്മിക ദുരന്തങ്ങൾ, ഒപ്പം ജൈവ ദുരന്തങ്ങൾ. കൂടുതൽ അറിയാൻ ഓരോ വിഭാഗത്തിലും ക്ലിക്ക് ചെയ്യുക. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്,
ഉഷ്ണതരംഗങ്ങൾ, കാട്ടുതീ, അതിശൈത്യം, വരൾച്ച, ജലജന്യ രോഗങ്ങൾ എന്നിവ വെള്ളമോ കാലാവസ്ഥയോ വ്യതിയാനങ്ങളോ ദുരന്തങ്ങളോ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ചിലതാണ്. പ്രകൃതിദത്തമായ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുമ്പോൾ ജീവഹാനിയിലൂടെയോ പരിക്കുകളിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിലൂടെയോ ഒരു ഭൗമശാസ്ത്ര ദുരന്തം സംഭവിക്കുന്നു. ഭൗമശാസ്ത്രപരമായ ദുരന്തങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മണ്ണിടിച്ചിലുകളും ചളിപ്രവാഹങ്ങളും ഭൂകമ്പങ്ങൾ, അണക്കെട്ട് തകർച്ചകൾ, ഖനി തീപിടുത്തങ്ങൾ മുതലായവയാണ്. വ്യാവസായിക ദുരന്തങ്ങൾ കെമിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസിന്റെ പരാജയം മൂലമുണ്ടാകുന്നവയാണ്. മറുവശത്ത് ആണവ ദുരന്തങ്ങൾ ഏതെങ്കിലും ആണവ കേന്ദ്രത്തിലോ ആണവ റിയാക്ടറിലോ സംഭവിക്കുന്ന അപകടങ്ങളെ പരാമർശിക്കുന്നു. ഇതിന്റെ ഫലമായി വലിയ തോതിലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പരിസ്ഥിതിയിലേക്ക് പുറത്തുവിടുന്നു. അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ഉപകരണങ്ങളുടെ തകരാറുകൾ, കാട്ടുതീ, എണ്ണ ചോർച്ച, കെട്ടിടം തകരൽ, ഒപ്പം എയർ, റോഡ്, റെയിൽ അപകടങ്ങളും ഇതിന് സമാനമായവയും. ബാക്ടീരിയ, വൈറസുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ പോലുള്ള സൂക്ഷ്മാണുക്കൾ മൂലം മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയിൽ വലിയ തോതിൽ രോഗം, വൈകല്യം അല്ലെങ്കിൽ മരണം എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത സാഹചര്യങ്ങളാണ് ജൈവ ദുരന്തങ്ങൾ. 1986 മുംബൈയിൽ ഉണ്ടായ ബ്യൂവോണിക് പ്ലേഗ്, 2019 COVID-19 പാൻഡമിക് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ദുരന്തങ്ങളുടെ തരങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷം നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ വൾണറബിലിറ്റി പ്രൊഫൈൽ നോക്കാം. കരയുടെ 58.6% മിതമായതോ ഉയർന്നതോ ആയ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ സാധ്യതയുണ്ട്. കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ 68% വരൾച്ചയുടെ പിടിയിലാണ്. 40 ഹെക്ടറിലധികം ഭൂമി വെള്ളപ്പൊക്കത്തിനും മണ്ണൊലിപ്പിനും സാധ്യതയുള്ളതാണ്. 7516 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശത്ത് 5700 കിലോമീറ്ററിനടുത്ത് ചുഴലിക്കാറ്റുകൾക്കും സുനാമികൾക്കും സാധ്യതയുള്ള തീരദേശങ്ങളാണ്. ഇനി ഇന്ത്യയിൽ സംഭവിച്ച പ്രധാന ദുരന്തങ്ങളുടെ ചരിത്രം നോക്കാം. ഇനി പറയുന്നവ ഉൾപ്പെടെ നിരവധി വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. 1984 ഭോപ്പാൽ വാതക ദുരന്തം, 1993 ലാത്തൂർ ഭൂകമ്പം, 1998 പിത്തോഡ്ഗഡ് മണ്ണിടിച്ചിൽ, 1999 ഒറീസ സൂപ്പർ സൈക്ലോൺ, 2001 ഭുജ് ജില്ലയിലുണ്ടായ ഭൂകമ്പം, ഒപ്പം 2004 സുനാമി. ഈ ദുരന്തങ്ങളുടെ സമയത്ത് നമ്മളുടെ സമീപനം ദുരിതാശ്വാസ കേന്ദ്രീകൃതമായിരുന്നു. അസംഘടിതമായ പ്രതികരണമാണ് ഉണ്ടായത്. ദുരന്ത നിവാരണത്തിന് സ്ഥാപനമായ സംവിധാനങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സജ്ജീകരിച്ചത് കൃഷി മന്ത്രാലയത്തിന് കീഴിലാണ്. ദേശീയ ദുരന്ത നിവാരണ കേന്ദ്രം കാർഷിക മന്ത്രാലയത്തിന് കീഴിൽ രൂപീകരിച്ചു. പിന്നീട് NIDM ആയി രൂപാന്തരപ്പെട്ടു. ഈ വലിയ ദുരന്തങ്ങൾക്കും പ്രത്യേകിച്ച് 2004 സുനാമിക്ക് ശേഷം ഇന്ത്യൻ സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ കുറിച്ച് വിശദമായി പഠിക്കാം. 2005 ഡിസംബർ 23 ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. നിയമം ഇനി പറയുന്നവ വ്യവസ്ഥ ചെയ്യുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ ദുരന്ത പ്രതികരണ നിധിയും ദുരന്ത ലഘൂകരണ ഫണ്ടും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഈ നിയമം തടസ്സപ്പെടുത്തൽ, തെറ്റായ അവകാശവാദങ്ങൾ, ദുരുപയോഗം മുതലായവയ്ക്ക് പിഴ ചുമത്തുന്നു. നഷ്ടപരിഹാരവും ആശ്വാസവും നൽകുന്നതിൽ ലിംഗഭേദം, ജാതി, സമുദായം, വംശം, മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. പ്രധാനമന്ത്രി എക്സ് ഓഫീഷ്യൽ ചെയർപേഴ്സണായ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ പരമാവധി 9 അംഗങ്ങളാണുള്ളത്.
ദുരന്ത നിവാരണ രംഗത്ത് വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു ഉപദേശക സമിതിയെ അതോറിറ്റിക്ക് രൂപീകരിക്കാം. 14 സെക്രട്ടറിമാരോ വിവിധ മന്ത്രാലയങ്ങളുടെയോ ഡിപ്പാർട്ട്മെന്റുകളുടെയോ മേധാവികളോ ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യോ അംഗമായി രൂപീകരിച്ചുകൊണ്ട് സെക്രട്ടറിമാരുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദുരന്ത സമയത്ത് അതോറിറ്റിയെ സഹായിക്കും. ദുരന്ത നിവാരണത്തിനായുള്ള നയങ്ങളും പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും അതോറിറ്റി തയ്യാറാക്കും. ദേശീയ നിർവാഹക സമിതി സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നു. ദേശീയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു: ദുരന്തങ്ങൾ തടയലും ലഘൂകരണവും, ലഘൂകരണ നടപടികളുടെ സംയോജനവും തയ്യാറെടുപ്പും, അതോടൊപ്പം കപ്പാസിറ്റി ബിൽഡിങ്ങും. ദുരിതാശ്വാസത്തിന്റെ ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ NDMA ശുപാർശ ചെയ്യും. ദുരന്ത നിവാരണ നിയമം സംസ്ഥാന തലത്തിൽ ദുരന്ത നിവാരണത്തിനായി ഒരു ആധികാരിക സ്ഥാപനം സ്ഥാപിച്ചു. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ SDMA എന്നറിയപ്പെടുന്നു. SDMAയുടെ അംഗങ്ങളിൽ താഴെ പറയുന്നവർ ഉൾപ്പെടുന്നു: അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനായി മുഖ്യമന്ത്രി നിയമിച്ച വ്യക്തി. SDMA ഉപദേശക സമിതി വിദഗ്ധരെ ആവശ്യമുള്ളപ്പോൾ സഹകരിപ്പിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 25 ഒരു സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും DDMAയുടെ ഭരണഘടന നൽകുന്നു. ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ചെയർപേഴ്സണായി അതോറിറ്റിയെ നിയമിക്കുന്നു. ആദിവാസി മേഖലകളിലൊഴികെ പ്രാദേശിക അതോറിറ്റിയുടെ സഹ ചെയർപേഴ്സണുമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗം പ്രവർത്തിക്കുന്നു. സ്വയംഭരണ ജില്ലയുടെ ജില്ലാ കൗൺസിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അംഗം കോ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു. ഈ അതോറിറ്റിയിലെ മറ്റ് അംഗങ്ങളിൽ ജില്ലാ അതോറിറ്റിയുടെ CEO, ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന സർക്കാർ നിയോഗിച്ച മറ്റ് 2 ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. ദുരന്ത നിവാരണത്തിന്റെ ആസൂത്രണം, ഏകോപനം, നടപ്പിലാക്കൽ മാർഗനിർദ്ദേശങ്ങളിൽ നൽകിയിരിക്കുന്നത് പോലെ ദുരന്ത നിവാരണത്തിനായി അത്തരം നടപടികൾ സ്വീകരിക്കുക എന്നിവ ജില്ലാ അതോറിറ്റിയുടെ ചുമതലയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ജില്ലയിലെ ഏത് പ്രദേശത്തും നിർമ്മാണം പരിശോധിക്കാനും ദുരിതാശ്വാസ നടപടികൾ ക്രമീകരിക്കാനും ജില്ലാ തലത്തിൽ ദുരന്തത്തെ നേരിടാനും ജില്ലാ അതോറിറ്റിക്ക് അധികാരമുണ്ട്. ഗുരുതരമായ ഒരു ദുരന്തമുണ്ടായാൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ദേശീയവും അന്തർദേശീയവുമായ ശ്രമങ്ങൾ ആവശ്യമായ മാനേജ്മെന്റ് ഗ്രൂപ്പിന് നയപരമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ആഭ്യന്തര സെക്രട്ടറിയാണ്. ഇത് ബാധിത സംസ്ഥാനങ്ങൾക്കുള്ള വിവിധ അടിയന്തര പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അന്തർ മന്ത്രാലയങ്ങളിലോ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗുകളിലോ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നു. ഗുരുതരമായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നടപടികളുടെ ഫലപ്രദമായ ഏകോപനത്തിനായി കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഒരു ക്യാബിനറ്റ് സമിതി അല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് രൂപീകരിക്കാവുന്നതാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള ചുമതല. വിവിധ സംസ്ഥാന വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തുള്ള കേന്ദ്ര സംഘടനകളുടെ പ്രതിനിധികളും അടങ്ങുന്നതാണ് സമിതി. സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനുള്ള നോഡൽ ഓഫീസർ. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ദുരന്തങ്ങൾക്കായി മികച്ച തയ്യാറെടുപ്പിനായി പ്രാദേശിക വിഭവങ്ങളും ശേഷികളും ഫലപ്രദമായി ഉപയോഗിക്കാനും അവരുടെ ദുർബലത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും കമ്മ്യൂണിറ്റികളെ സഹായിക്കുന്നു. ദുരന്തങ്ങൾ നേരിടുമ്പോൾ അവരുടെ സമൂഹത്തെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളാക്കുന്നതിന് സംഘടനകൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ദുരന്തങ്ങൾക്കും മറ്റ് അടിയന്തര സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന് മൊത്തത്തിലുണ്ട്. കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള തയ്യാറെടുപ്പും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ജീവൻ രക്ഷിക്കുന്നതിനും സ്വത്ത് സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഏതൊരു ദുരന്തത്തിന്റെയും ആദ്യ പ്രതികരണം പ്രാദേശിക സമൂഹമായിരിക്കും.
നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ബാധിച്ചേക്കാവുന്ന പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ അപകടങ്ങളെക്കുറിച്ച് അറിയുകയും ഈ അപകടങ്ങൾക്കായി എങ്ങനെ മികച്ച രീതിയിൽ തയ്യാറെടുക്കുകയോ ലഘൂകരിക്കപ്പെടുകയോ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഉപദേശം തേടുകയോ ചെയ്യുക. സാധ്യമായ അപകടങ്ങളെക്കുറിച്ചോ അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ചോ അവർ എങ്ങനെ പ്രതികരിക്കണം, ഒഴിഞ്ഞു മാറേണ്ടി വന്നാൽ എന്തു ചെയ്യണം എന്നിവയെക്കുറിച്ച് നിങ്ങളുടെ വീട്ടുകാരോട് സംസാരിക്കുക. വേർപിരിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ പരസ്പരം സമ്പർക്കം പുലർത്തുമെന്ന് പ്ലാൻ ചെയ്യുക. 2 മീറ്റിംഗ് സ്ഥലങ്ങൾ തിരിച്ചറിയുക. തീപിടുത്തമുണ്ടായാൽ ഒന്ന് നിങ്ങളുടെ വീടിനടുത്തായിരിക്കണം, മറ്റൊന്ന് വീട്ടിൽ നിന്ന് അകലെയായിരിക്കണം. നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ അയൽവാസിയുടെയോ കുടുംബാംഗങ്ങളുടെയോ സ്ഥലത്തായിരിക്കണം. കുടുംബാംഗങ്ങൾ വിളിച്ച് അവർ സുഖമായിരിക്കുന്നെന്ന് പറയുന്നതിന് നിങ്ങളുടെ പ്രദേശത്ത് പുറത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീടിന്റെ ഒരു ഫ്ലോർ പ്ലാൻ വരച്ച് ഓരോ മുറിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ അടയാളപ്പെടുത്തുക. അടിയന്തര ടെലിഫോൺ നമ്പറുകൾ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് സൂക്ഷിക്കുകയും അവ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. വെള്ളം, വൈദ്യുതി, മെയിൻ സ്വിച്ച് എന്നിവ എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് വീട്ടിലെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക യൂട്ടിലിറ്റി കമ്പനികളുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളുടെ പ്ലാനിൽ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള അയൽക്കാർ, പ്രായമായവർ, വികലാംഗർ മുതലായവരെ ഉൾപ്പെടുത്തുക. നിങ്ങൾ ഭവനത്തിനും സഹായത്തിനും വേണ്ടി നോക്കുമ്പോൾ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുക. നിങ്ങളുടെ കുട്ടികളെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിട്ടുകൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. എന്നാൽ കുടുംബത്തെ കഴിയുന്നത്ര ഒരുമിച്ച് നിർത്തുകയും കുടുംബത്തെ അതിന്റെ കാലിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. കുട്ടികൾ ഉത്കണ്ഠാകുലരായേക്കാം. അവരുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മടങ്ങി വരില്ലെന്ന് അവർ വിഷമിച്ചേക്കാം. മുതിർന്നവർ എന്ന നിലയിൽ ട്രാഫിക്കിനും കുട്ടിക്കും ഇടയിൽ നമ്മെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടക്കണം. സാധ്യമായത്രയും നാം ഒരിക്കലും കുട്ടികളെ ഗതാഗതക്കുരുക്കിന്റെ അപകടങ്ങളിലേക്ക് തുറന്നുവിടരുത്. സാധാരണ സാഹചര്യങ്ങളിൽ പോലും കുട്ടികളെ വാഹനങ്ങളുടെ മുൻസീറ്റിൽ ഇരുത്തരുത്. കുട്ടികളെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. അവർ ആഗ്രഹിക്കുന്നത്രയും ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അവർ എന്താണ് തോന്നുന്നതെന്ന് വിശദീകരിക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. കഴിയുമെങ്കിൽ മുഴുവൻ കുടുംബത്തെയും ചർച്ചയിൽ ഉൾപ്പെടുത്തുക. ദുരന്തം കുട്ടികളിൽ ഉണ്ടാക്കിയേക്കാവുന്ന സമ്മർദ്ദം ഒഴിവാക്കും. ഇവാക്വേഷൻ ഉത്തരവിട്ടാൽ നിങ്ങൾ അത് ഉടനടി ചെയ്യണം. തുറന്നതായി പ്രഖ്യാപിച്ചിട്ടുള്ള ആ എമർജൻസി ഷെൽട്ടറുകൾ ശ്രദ്ധിക്കുക. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ ശ്രവിക്കുകയും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. അപകട സാധ്യത ഒരു കെമിക്കൽ റിലീസ് ആണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉടൻ അത് ചെയ്യുക. വെള്ളം, ഭക്ഷണം, വസ്ത്രങ്ങൾ, അടിയന്തര സാമഗ്രികൾ, പ്രധാനപ്പെട്ട രേഖകൾ എന്നിവ പുറത്തു കടക്കുന്നതിന് അടുത്തുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കുക. എല്ലാ വാതിലുകളും ജനലുകളും അടച്ചുപൂട്ടുക. വീട്ടുപകരണങ്ങൾ അൺപ്ലഗ് ചെയ്യുക. പ്രധാന വാട്ടർ വാൾവും വൈദ്യുതിയും ഓഫ് ചെയ്യുക. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കുക. കഠിനമായ കാലാവസ്ഥയിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നേരത്തെ പുറപ്പെടുക. ശുപാർശ ചെയ്യപ്പെടുന്ന ഇവാക്വേഷൻ വഴികൾ പിന്തുടരുക. കുറുക്കു വഴികൾ സ്വീകരിക്കരുത്. അവ ബ്ലോക്ക് ആയിരിക്കാം. ഒലിച്ചുപോയ റോഡുകൾ ജാഗ്രത പാലിക്കുക. വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വാഹനം ഓടിക്കരുത്. വീണ വൈദ്യുത ലൈനുകളിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങളുടെ ഡിസാസ്റ്റർ സപ്ലൈ കിറ്റ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പ്രത്യേക മെഡിക്കൽ വിവരങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ, പ്രോപ്പർട്ടി ഡോക്യുമെന്റുകൾ, സർട്ടിഫിക്കറ്റുകൾ മുതലായവ നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. സന്നദ്ധ പ്രവർത്തകർ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണെങ്കിലും രക്ഷാപ്രവർത്തനങ്ങളിൽ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ ദുരന്ത നിവാരണ കിറ്റ് കരുതുന്നത് നല്ലതാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിയൂറിൻ ഫോം കൊണ്ട് നിർമ്മിച്ച ലൈഫ് ജാക്കറ്റ്, സോളാർ പ്രവർത്തനക്ഷമമാക്കിയ ടോർച്ച് അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ്, ക്യാൻവാസിന്റെയോ ലെതറിന്റെയോ സുരക്ഷാ കയ്യുറകൾ, കത്തി, പ്രഥമ ശുശ്രൂഷ കിറ്റ്, തീപ്പെട്ടി, വിസിൽ, വെള്ളം എന്നിവ ഉൾപ്പെടുന്നതാണ് ദുരന്ത നിവാരണ കിറ്റ്. കുപ്പി, വോളണ്ടിയറുടെ ബാഡ്ജ്, കൊതുക് വലയും വെള്ളത്തെ
പ്രതിരോധിക്കുന്നതിനുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ റെയിൻകോട്ട്, ഗംബൂട്ട്സ്, സേഫ്റ്റി ഗൂഗിൾസ്, വാട്ടർ റാഫ്റ്റിങ്ങിനുള്ള സുരക്ഷാ ഹെൽമെറ്റ്. നമുക്ക് 2 കേസുകൾ നോക്കാം. സ്റ്റാൻഡേർഡ് റെസ്ക്യൂ ടെക്നിക്കുകൾ തിരിച്ചറിയാം. കേസ് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സബ്മിറ്റ് ചെയ്യുക. ഗ്യാസ് ലീക്ക് സാഹചര്യത്തിൽ എല്ലാ തീയും ഉടൻ അണയ്ക്കുക. ശരിയായ വായു സഞ്ചാരത്തിനായി എല്ലാ ജനലുകളും വാതിലുകളും തുറക്കുക. എല്ലാ ഗ്യാസ് വാൾവുകളും ഓഫ് ചെയ്യുക. തുറന്ന തീ ഉപയോഗിക്കരുത്. വൈദ്യോപകരണങ്ങളും ഉപയോഗിക്കരുത്. ഇലക്ട്രിക്കൽ ഡോർബെൽ ഉപയോഗിക്കരുത്. ഫോൺ വിളിക്കരുത്. കേസ് വായിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. ഒന്നാമതായി, ഹസാർഡസ് കെമിക്കൽ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളും എല്ലായ്പ്പോഴും ശരിയായി ലേബൽ ചെയ്തിരിക്കണം. ഗതാഗത സമയത്ത് ഹസാർഡസ് കെമിക്കൽ ചോർച്ചയുണ്ടെങ്കിൽ കാറ്റിന്റെ ദിശയ്ക്ക് ലംബമായ ദിശയിലേക്ക് നീങ്ങുക. അടുത്തുള്ള ഷെൽട്ടറിൽ ഒളിച്ച് എല്ലാ വാതിലുകളും ജനലുകളും അടയ്ക്കുക. എയർ കണ്ടീഷണർ സ്വിച്ച് ഓഫ് ചെയ്യുക. നനഞ്ഞ തുണി കൊണ്ട് മുഖം മൂടുക. അടുത്തതായി, ദുരന്ത നിവാരണത്തിലും തയ്യാറെടുപ്പിലും സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് പരിശോധിക്കാം. ദുരന്ത സമയത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് പല വിധത്തിൽ സഹായിക്കാനാകും. ഇരകളെ ഒഴിപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് സഹായിക്കാൻ കഴിയും. ഇരകൾക്ക് ശുശ്രൂഷ നൽകാൻ കഴിയും. മൃഗങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കാനാകും. ദുരിതാശ്വാസ ക്യാമ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനും ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനും സന്നദ്ധ പ്രവർത്തകർക്ക് സഹായിക്കാനാകും. സന്നദ്ധ പ്രവർത്തകർക്ക് സർക്കാരിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിക്കുകയും മുന്നറിയിപ്പുകൾ പ്രചരിപ്പിക്കാനും സാധിക്കും. എല്ലാത്തരം പൊതുസേവനങ്ങളിലും വോളണ്ടിയർമാരെ സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താം. ഇതോടെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് സംഗ്രഹിക്കാം. പ്രാദേശിക വിഭവങ്ങൾക്ക് അപ്പുറം കാര്യമായ ആഘാതങ്ങളുള്ള ഒരു വ്യാപക നാശമാണ് ദുരന്തം. ദുരന്ത നിവാരണത്തിൽ ദുരന്തങ്ങൾക്ക് തയ്യാറെടുക്കുക, പ്രതികരിക്കുക, പഠിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ദുരന്ത നിവാരണ ഘടകങ്ങളിൽ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ദുരന്തങ്ങൾ പ്രകൃതിയോ മനുഷ്യനിർമ്മിതമോ ആകാം. അവ ദുർബല ജനവിഭാഗങ്ങളെ ബാധിക്കും. ദുരന്ത നിവാരണത്തിന്റെ ലക്ഷ്യം ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുക എന്നതാണ്. ദുരന്തങ്ങളുടെ തരങ്ങളിൽ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതും ഭൂമിശാസ്ത്രപരവും കെമിക്കൽ, വ്യാവസായികവും ആണവവും ആകസ്മികവും ജൈവശാസ്ത്രപരവും ഉൾപ്പെടുന്നു. ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, നദിയിലെ മണ്ണൊലിപ്പ്, ചുഴലിക്കാറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ ദുർബലത. ദുരന്ത നിവാരണ നിയമം 2005, NDMA, SDMA, DDMA, NIDM, NDRF എന്നിവയും ദുരന്ത പ്രതികരണത്തിനും ലഘൂകരണത്തിനുമുള്ള ഫണ്ടുകൾ സ്ഥാപിച്ചു. വിവിധ ദുരന്തങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ അപകട സാധ്യത നിമിത്തം ദുരന്ത നിവാരണ തയ്യാറെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. ദുരന്ത നിവാരണ നിയമം ശരിയായ ദുരന്ത നിവാരണവും ദുരിതാശ്വാസത്തിൽ വിവേചനമില്ലായ്മയും ഉറപ്പാക്കുന്നു. കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പ്രാദേശിക വിഭവങ്ങളും ശേഷികളും ഉൾപ്പെടുന്നു. ഇത് കമ്മ്യൂണിറ്റി സഹകരണത്തിലൂടെ പ്രതിരോധ ശേഷി പ്രോത്സാഹിപ്പിക്കുന്നു. തയ്യാറെടുപ്പിൽ സാധനങ്ങൾ ശേഖരിക്കൽ, സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കൽ, വീടുകൾ സുരക്ഷിതമാക്കൽ, നിങ്ങളുടെ സ്ഥാപനം സുരക്ഷിതമാക്കൽ, മറ്റുള്ളവരെ അറിയിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ വ്യായാമമാണ്. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ മൂല്യമുള്ളതാണ്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. വീണ്ടും ശരിയായ ഉത്തരം ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. ശരിയായ ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. ശരിയായ ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. ശരിയായ ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കി.